الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 104-ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إن كنتم في شك في ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين. ഖുൽ നബിയെ അങ്ങ് പറയുക, യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ഫി ഷക്കിൻ സംശയത്തിൽ, മിൻ ദീനി എൻ്റെ ദീനിൽ, ഫലാ അഅ്ബുദു എങ്കിൽ ഞാൻ ആരാധിക്കുകയില്ല, അല്ലദീന തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നവക്ക്, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ, വലാക്കിൻ എന്നാൽ, അഅ്ബുദുല്ലാഹ ഞാൻ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലദീ യതവഫാക്കും അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, വ ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അകൂന മിനൽ മുഅ്മിനീൻ ഞാൻ വിശ്വാസികളിൽ ഉൾപ്പെടണം എന്ന്. ഒന്നുകൂടെ അർത്ഥം അറിയാം. ഖുൽ യാ അയ്യുഹന്നാസു പറയുക നബിയെ അങ്ങ് പറയുക, അല്ലയോ ജനങ്ങളെ, ഇൻ കുന്തും ഫീ ശക്കിൻ മിൻ ദീനി നിങ്ങൾ എൻ്റെ ദീനിൽ സംശയത്തിലാണെങ്കിൽ, ഫലാ അഅ്ബുദു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ലാ അഅ്ബുദു ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല, അല്ലദീന തഅ്ബുദൂന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവക്ക്, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ, വലാക്കിൻ എന്നാൽ, അഅ്ബുദുല്ലാഹ ഞാൻ അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലദീ യതവഫാക്കും അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, വ ഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ ഞാൻ വിശ്വാസികളിൽ പെടണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറയുടെ ഏകദേശം അവസാനത്തേക്ക് അടുക്കുകയാണ്. ഇതുവരെ തെളിവുകൾ ഉദ്ധരിച്ച് മനസ്സിൽ തട്ടുന്ന വിധത്തിൽ അല്ലാഹു തആല അവരെ ഉണർത്തിയിരുന്നത് ഏകദൈവത്വമാണ്, തൗഹീദാണ്. അല്ലാഹുവിനെ വണങ്ങി ജീവിക്കുക, അവന് വഴിപ്പെട്ട് ജീവിക്കുക, അവൻ്റെ ചെറുതും വലുതുമായ കൽപ്പനാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, അല്ലാഹുവിൻ്റെ ദീനായിരിക്കുക നിങ്ങളുടെ ജീവിതം. അതാണ് ഇതുവരെ അല്ലാഹു തആല ഉണർത്തിക്കൊണ്ടിരുന്നത്. അതിന് വിവിധങ്ങളായ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രവാചകനെ അംഗീകരിക്കുക, ഇതും ഉണർത്തിയിട്ടുണ്ട്. ഇനി ആ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരിക. ഇനി ഞാൻ ഇത്ര സമയം നിങ്ങളെ ഓതി കേൾപ്പിച്ച, നിങ്ങളെ പഠിപ്പിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അദ്ദേഹത്തോട് പറയണം, എനിക്ക് എൻ്റെ ദീനിലൊരു സംശയമില്ല, ഞാൻ ശരിയിലാണുള്ളത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനെ വണങ്ങി, അവന് വഴങ്ങി, അവൻ ഒതുങ്ങി, അവന് കീഴ്പ്പെട്ട് ജീവിക്കണം. അതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന. ആ വിഷയത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായിട്ട് കൂടാം. ഏതുപോലെ നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ പറഞ്ഞിട്ടില്ലേ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അങ്ങനെയാണല്ലോ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വഴി, എനിക്ക് എൻ്റെ ജീവിത വഴി, എൻ്റെ ജീവിത വഴിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് എൻ്റെ ദൈവം തന്നതാണ്.
അതിലെനിക്കൊരു സംശയമില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധനല്ലെന്നും ഇതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അവരെ ഉണർത്തുകയാണ്. അതൊരു ആദർശശാലിക്ക് മാത്രം, ഒരു സത്യത്തിലുള്ള ആളുകൾക്ക് മാത്രം പറയാൻ കഴിയുന്ന വാചകമാണ്. അതാണ് ഇവിടെ യാ യുഹന്നാസു, യാ യുഹന്നാസു എന്ന ജനങ്ങളെ പൊതുവിലാണ് സംബോധന ചെയ്യുന്നത്. ഇൻ കുൻതും ഫി ഷെക്കിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഷെക്ക് അല്ലേ, നമ്മൾ പഠിച്ചൊരു വാക്കാണ്. ഷെക്കുണ്ട്, റൈബുണ്ട്, സംശയം എന്നുള്ളത്. രണ്ടും അല്പം അർത്ഥവ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മിൻ ദീനി, എൻ്റെ ദീനിൽ, എൻ്റെ ജീവിത വഴിയിൽ, എൻ്റെ ജീവിത ആദർശത്തിൽ, എൻ്റെ മതത്തിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അപ്പോൾ പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദീനും എൻ്റെ ദീനും ഒക്കെപ്പാടെ കൂട്ടിക്കലർത്തിയിട്ട് ഒരു അഴകുഴമ്പൻ ദീനാക്കി കളയാം. അല്ലെങ്കിൽ എൻ്റെ ദീനിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് ചായാം. അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് നമുക്കൊരു സംയുക്ത ദീനുണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്കുമില്ല. കാരണം എന്താ? എൻ്റെ ദീൻ എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിക്കുന്ന, ഇനി എന്നെ മരിപ്പിക്കുകയും ചെയ്യുന്ന, അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ അൽ ബഖറ പഠിച്ചില്ലേ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച. അൽ ബഖറയിൽ നമ്മൾ സൂറത്തു അൽ ബഖറയിൽ 21, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ പടക്കുക, നിങ്ങളുടെ മുൻഗാമികളെ പടക്കുക. ഈ കർമ്മം, ഈ കർത്തവ്യം, ഇത് നിർവഹിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് അവിടെ നമ്മൾ പഠിച്ചത്. ഇവിടെ അല്ലദീ യതവഫാക്കുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന, ഫല അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്. അതിൽ കല്ലുകളുണ്ട്, അതിൽ മരങ്ങളുണ്ട്, അതിൽ പാമ്പുകളുണ്ട്, അതിൽ എലികളുണ്ട്, അതിൽ ആകൃതിയൊന്നുമില്ലാത്ത വസ്തുക്കളുണ്ട്, മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ നമ്മുടെ വൈവിധ്യമാർന്ന ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തായിരിക്കും. അതിൽ സ്ത്രീകളുണ്ട്, അതിൽ പുരുഷന്മാരുണ്ട്. അത് മാത്രമല്ല, സ്ത്രീകളുടെ സ്വകാര്യ അവയവങ്ങളൊക്കെ ഉണ്ട് ആരാധിക്കപ്പെടുന്നതായിട്ട് ഇന്ത്യ രാജ്യത്താണ്. പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളുണ്ട്. ഇതൊക്കെ ആരാധനാമൂർത്തികളാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കല്ലോ മരമോ, അതുപോലെ തന്നെ ലോകത്ത് അങ്ങോളം ഇങ്ങോളം പല പ്രദേശങ്ങളും കണ്ടുവരുന്ന മഖ്ബറകളോ, മരിച്ചു കിടക്കുന്ന പുണ്യപുരുഷന്മാരോ, സൂര്യനോ ചന്ദ്രനോ, ഇങ്ങനെ എന്തൊക്കെയുണ്ട് ലോകത്ത് ആരാധ്യ വസ്തുക്കളായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനോടൊന്നും ഞാൻ രാജിയാവില്ല, അതിനോടൊന്നും ഞാൻ പൊരുത്തപ്പെടില്ല, അതൊന്നും ഞാൻ ആരാധിക്കുകയില്ല. വലാക്കിൻ, എന്നാൽ പിന്നെയോ, അഅ്ബുദുല്ലാഹ് അല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നവനായ. അപ്പോൾ ജനനത്തിന് ജനിപ്പിക്കുന്നതിന് ഒരു ദൈവം, ജീവിപ്പിക്കുന്നതിന് വേറെ ദൈവം, മരിപ്പിക്കുന്നതിന് വേറെ ദൈവമൊന്നുമില്ല. എല്ലാം ഒരാളാണ്. ജനിപ്പിക്കുന്നതൊരുത്തൻ, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതൊരുത്തൻ, ജീവിപ്പിക്കുന്നതൊരുത്തൻ, മരിപ്പിക്കുന്നതും അതേ ഒരുത്തൻ. ഇതിനൊക്കെ വ്യത്യസ്തങ്ങളായ മൂർത്തികളോ ദേവീദേവന്മാരോ ദൈവങ്ങളോ ഇല്ല. ഇങ്ങനെ ജീവിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവർ. മറ്റു ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ വിവിധ ഭാഷകളിൽ വിവിധ ശൈലികളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലാക്കിൻ അഅ്ബുദുല്ലാഹ അല്ലദീ യതവഫാക്കും, തവഫാർന മരിപ്പിക്കുക അല്ലേ, മൗത്ത്, വഫാത്തൊക്കെ അതിനുണ്ടായിരുന്നു. അതാണ് അവരെ ഉണർത്തുന്നത്. മരിപ്പിക്കാനായിട്ട് വേറെ ദൈവമൊന്നുമില്ല. മരിപ്പിക്കുന്നതും വളരെ തന്നെയാണ്. അപ്പോൾ ഉമിർത്തു, പിന്നെയോ ഞാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. അമറാറിനെ കൽപ്പിച്ചു, അമർത്തു പറഞ്ഞാൽ ഞാൻ കൽപ്പിച്ചു, ഉമിർത്തു പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് വേറെയാണ്. കർത്താവ് ആരാ? അള്ളയാണ്. കൽപ്പിക്കുന്ന ആൾ അള്ളയാണ്.
വ ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു അൻ അക്കൂന ഞാൻ ആകണം എന്ന് മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളിൽപ്പെട്ടവൻ വിശ്വാസികളിൽപ്പെട്ടവൻ. എനിക്കതിലൊരു ആശയക്കുഴപ്പമില്ല. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന മൂർത്തികളിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും ആരാധ്യരിൽ നിന്നും ഞാൻ മുക്തനാണ്. ഞാൻ ഏകനായ ദൈവത്തെ മാത്രം, അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും, അവൻ ആരാധിക്കുന്നു. അവനെ വിശ്വസിക്കണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കും. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നുകൂടെ അർത്ഥം വന്നാൽ നിർത്താം. അപ്പോൾ നബിയെ അങ്ങ് പറയുക, യാ യുഹന്നാസു, അല്ലയോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ ശക്കിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിൻ ദീനി, എൻ്റെ ദീനിൽ, ഫലാ അഅ്ബുദു അല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. വലാകിൻ അഅ്ബുദുല്ലാഹ അല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നത്. ഇതിൻ്റെ വിശദാംശമായിട്ട് സൂറത്തുൽ കാഫിറൂൻ പഠിച്ചാൽ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഈ സൂറ പഠിച്ചാൽ തന്നെ കാര്യങ്ങൾ ഇതേ ആശയം നമുക്ക് കിട്ടും. വലാകിൻ അഅ്ബുദുല്ലാഹ അല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവിനെയാണ് ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ ഉമിർത്തു അൻ അകൂന മിനൽ മുഅ്മിനീൻ, ഞാൻ വിശ്വാസികളിൽ ഉൾപ്പെടണം എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അഥവാ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا اذهب البأس واشفي أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.